√2 ഘാതം n സമം 1024 ആയാൽ എന്നിൻ്റെ വില കാണുക. നമുക്ക് √2 ഘാതം n സമം 1024 എന്ന് തന്നിട്ടുണ്ട്. ഈ കൃതിയുടെ സ്ഥാനത്തുള്ള എന്നിൻ്റെ വിലയാണ് കാണേണ്ടത്. നമുക്ക് ഈ √2 പകരം 2 ഘാതം അര എന്ന് എഴുതാം. √2 പകരം 2 ഘാതം അര. അതായത് ഏതെങ്കിലും ഒരു സംഖ്യയ്ക്ക് റൂട്ട് വരുമ്പോൾ നമുക്ക് ആ സംഖ്യ എഴുതിയിട്ട് റൂട്ട് ചിഹ്നത്തിന് പകരം കൃതിയായിട്ട് 1/2 എഴുതിയാൽ മതി. അപ്പോൾ √2 പകരം 2 ഘാതം അര എന്ന് എഴുതി അതിൻ്റെ കൃതിയായിട്ട് നമുക്ക് n എന്ന് എഴുതാം. സമം ഈ 1024നെ 2ൻ്റെ കൃതിയായിട്ട് എഴുതാം. 1024നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കുക. 1024 2 കൊണ്ട് ഹരിച്ച 512, 2 കൊണ്ട് ഹരിച്ച 256, 2 കൊണ്ട് ഹരിച്ച 128, 2 കൊണ്ട് ഹരിച്ച 64, 2 കൊണ്ട് ഹരിച്ച 32, 2 കൊണ്ട് ഹരിച്ച 16, 2 കൊണ്ട് ഹരിച്ച 8, ഹരിക്കണം 2 4, ഹരിക്കണം 2 2, ഹരിക്കണം 2 1. അങ്ങനെ 1 എത്ര വരെ ഹരിക്കുക. ഇതിൽ എത്ര 2 ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8 9 10. അതായത് 1024നെ 2 ഘാതം 10 എന്ന് എഴുതാം. 1024 പകരം 2 ഘാതം 10. ഇനി നമുക്ക് ഇതൊരു കൃത്യംഗ നിയമമാണ്. അതായത് a ഘാതം m ഹോൾ ഘാതം n. ഒരു പാദസംഖ്യയ്ക്ക് 2 കൃതി, ഒരു പാദസംഖ്യയ്ക്ക് 2 കൃതി. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പാദസംഖ്യ എഴുതിയിട്ട് ഈ കൃതികൾ തമ്മിൽ കുടിച്ചാൽ മതി. a ഘാതം m ഇൻറ്റു n. ഈ കൃത്യംഗ നിയമം ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. ഒരു പാദസംഖ്യയ്ക്ക് 2 കൃതി, ഒരു പാദസംഖ്യയ്ക്ക് 2 കൃതി വരുമ്പോൾ നമ്മൾ ഈ പാദസംഖ്യ എടുത്ത് എഴുതി. അതുപോലെ നമ്മൾ പാദസംഖ്യ എത്രയാണ്? 2. എന്നിട്ട് എമ്മും എന്നും കുടിച്ചെഴുതി. അതുപോലെ 1/2 എന്നും കൂടി കുടിക്കുക. 1/2 ഇൻറ്റു n സമം വലതുവശത്ത് 2 ഘാതം 10. 2 ഘാതം 1/2 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ എന്താണ്? n/2 സമം വലതുവശത്ത് എന്താണ്? 2 ഘാതം 10. ഇപ്പോൾ ഇതൊരു സമവാക്യമാണ്. 2 ഘാതം n/2 സമം 2 ഘാതം 10. ഈ സമവാക്യത്തിൻ്റെ ഇരുവശത്തും പാദസംഖ്യകൾ തുല്യമാണ്. 2 2. പാദസംഖ്യകൾ തുല്യമാണെങ്കിൽ കൃതികൾ തുല്യമായിരിക്കും. ഇവിടുത്തെ കൃതി എന്താ? n/2 സമം ഇവിടുത്തെ കൃതി എന്താ? 10. n/2 10 ആണെങ്കിൽ n കാണാൻ നമ്മൾ ഈ /2 അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 2 ആവും. n സമം 10 ഇൻറ്റു 2 സമം 20 ആണ് എന്നിൻ്റെ വില.